ഹായ് സ്റ്റുഡൻസ്, MBA സെക്കൻഡ് സെമ്മിലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ 4th മൊഡ്യൂളായിട്ടുള്ള പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻ ഈ ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ? പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ലൈനും പ്രൊഡക്റ്റ് മിക്സും കൂടിയതാണ് പ്രൊഡക്റ്റ് മിക്സ്. അതായത് ഒരു ബ്രാൻഡ് അതിൻ്റെ കീഴിൽ എത്രത്തോളം കാറ്റഗറി കൊടുക്കുന്നുണ്ടോ അതിനെ എല്ലാത്തിനെയും എന്ത് പറയും? പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പം ജോൺസൺ ബേബീസ് കെയറിൻ്റെ ഒരു ബ്രാൻഡ്, ഇത് കുട്ടികൾക്കായിട്ടുള്ള പ്രൊഡക്ട്സുകൾ നിർമ്മിക്കുന്നുണ്ട്. അതായത് ചെറിയ ബേബി കെയർസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻസും അവർ ഈ സെയിം ബ്രാൻഡ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് അതായത് ഒരു ബ്രാൻഡിൽ തന്നെ പല കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെയാണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയണത്. നെക്സ്റ്റ് ഇതിൻ്റെ ഡയമെൻഷൻസ് ആണ്. ഫസ്റ്റ് വൺ വിഡ്ത്ത്. അതായത് ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ എത്രത്തോളം കാറ്റഗറി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാമ്പിൾ, ജോൺസൻ്റെ ബേബി കെയറിൻ്റെ ആ ഒരു ബ്രാൻഡിൽ ബേബീസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്, അതൊരു കാറ്റഗറി. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റും ഉണ്ട്, അതൊരു കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ഈ സെയിം ബ്രാൻഡിന് എന്ത് ചെയ്യുന്നുണ്ട്? മെഡിസിൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് വേറൊരു കാറ്റഗറി. അപ്പോൾ ഇവിടെ ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ തന്നെ എത്രത്തോളം കാറ്റഗറി ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, വിഡ്ത്ത് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഡയമെൻഷൻ. നെക്സ്റ്റ് ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ കുറേ കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കാറ്റഗറിൻ്റെ കീഴിലും എത്രത്തോളം പ്രൊഡക്റ്റ് അവർ പ്രൊവൈഡ് ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ലാക്മീൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ പേഴ്സണൽ കെയറിൽ എത്രത്തോളം പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു 10 പ്രൊഡക്റ്റാണ് അവർ ഉണ്ടാക്കുന്നത്. അതുപോലെ മേക്കപ്പിൻ്റെ കേസ് ഒരു 200ഓളം ഉണ്ടാക്കും. അങ്ങനെ പിന്നെ ബോഡി കെയറിൽ, അങ്ങനെ പല പല കാറ്റഗറിയിലും എത്രത്തോളം അവർ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നോക്കാം. അതായത് ഇപ്പോൾ ഓരോ കാറ്റഗറിയിൽ ഇപ്പോൾ ലിപ്സ്റ്റിക്ക്, സൺസ്ക്രീന്, അങ്ങനെ ഓരോന്ന് എത്രണ്ണം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടലി അങ്ങനെ ആ ഒരൊറ്റ പ്രൊഡക്റ്റിൽ തന്നെ പല പല കാറ്റഗറി ഉണ്ടാവും. ആ കാറ്റഗറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിനെയും മൊത്തം ലെങ്ത്താണ് എന്തെന്ന് പറയണത്, ഈ ഒരു ലെങ്ത് എന്ന് പറയണത്. നെക്സ്റ്റ് ഡെപ്ത് എന്ന് പറയുമ്പോൾ, അതായത് ഒരു ബ്രാൻഡിൽ ഓരോ കാറ്റഗറിൻ്റെ കീഴിലും ഇപ്പോൾ ഒരൊറ്റ പ്രൊഡക്റ്റിൻ്റെ ബേസിൽ തന്നെ പല രീതിക്കുണ്ടാവും. അതിൻ്റെ നിറത്തിൻ്റെ കേസിൽ, അതിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ ബേസിൽ, അതുപോലെ തന്നെ കുപ്പിൻ്റെ പാക്കേജിൻ്റെ സൈസിൻ്റെ കേസിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഡവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡവ് നമുക്ക് 50 ml 100 ml ഒക്കെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല അത് ഡ്രൈ സ്കിന്ന്, ഡ്രൈ ഹെയർ, ഫ്രിസി ഹെയർ, അങ്ങനെ പറഞ്ഞ് പല പല സ്കിൻ ടോണിലവർക്കും ഇത് നല്ലതാണ്. അതുപോലെ തന്നെ പ്രൈസിൻ്റെ ഇതിലും ഒരു ഡിഫറൻസ് വരുന്നതുണ്ട്. അപ്പോൾ ഇതാണ് ഡെപ്ത് വരുന്ന ഡയമെൻഷൻ. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇവിടെ എന്താണ് ചെയ്യണത്? അതായത് മാർക്കറ്റിലുള്ളവർ ഒരു പുതിയ ഐഡിയ ജനറലൈസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന് എന്തൊക്കെ ആവശ്യങ്ങളാണോ ഉള്ളത് അത് മനസ്സിലാക്കിയിട്ട്, മാർക്കറ്റ് റിസർച്ചിനൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പുതിയ പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത് ജനറൈസ് ചെയ്തിട്ട് അതിന് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേജ്, ഫസ്റ്റ് ഐഡിയ ജനറേഷൻ. അതായത് ഫസ്റ്റ് നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. എന്ത് പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ആവശ്യമായിട്ടുള്ളത്, കസ്റ്റമേഴ്സിന് ഏതുതരം പ്രൊഡക്റ്റാണ് നീഡായിട്ട് വരുന്നത് എന്നുള്ളൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുക. അത് നമ്മൾ കസ്റ്റമേഴ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് പഠിച്ചുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള നമുക്കൊരു ഐഡിയ ജനറേറ്റ് ചെയ്യാം. ദെൻ ഐഡിയ സ്ക്രീനിങ്. അതിനുശേഷം ഓരോ ഐഡിയാസും ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ഏത് ഐഡിയ തിരഞ്ഞെടുത്താലാണ് നമ്മളെ കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക, വിറ്റ് പോവുക എന്നുള്ളത് ഐഡിയ സ്ക്രീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ടോട്ടലി ഇപ്പോൾ കുറേ ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കും. അതിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 10 ഐഡിയ നോക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 10നെയും ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിങ്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ്
പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് മാർക്കറ്റിലോട്ട് വിൽക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു മാങ്ങ ജ്യൂസാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കസ്റ്റമേഴ്സിനെ എടുത്തിട്ട് അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നു, എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ആക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് ബിസിനസ് അനാലിസിസ് ആണ്. അതായത് നമ്മുടെ ബിസിനസ്സിനെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കാരണം നമ്മുടെ ബിസിനസ് എങ്ങനെയായി പോകും എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. ദെൻ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അതിനുശേഷം നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷം, അതായത് നമ്മൾ ട്രയൽ കൊടുത്തിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷം ആ ഒരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് മാർക്കറ്റ് ടെസ്റ്റിങ്. അതായത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ചില മാർക്കറ്റിൽ മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുക. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു മാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയെടുത്തു, അത് നമ്മൾ ഇന്ത്യ മൊത്തം കൊടുക്കാതെ കേരളത്തിൽ തന്നെ ഫുള്ള് കൊടുക്കാതെ ചില ജില്ലകളിൽ മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിപണിയിൽ ഇറക്കുക. ദെൻ കൊമേഴ്ഷ്യലൈസേഷൻ, അതായത് നമ്മൾ പറഞ്ഞു കേരളത്തിൽ ചില ജില്ലകളിൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുള്ളൂ, ആ സ്ഥാനത്ത് പിന്നെ ഇന്ത്യ മൊത്തം വിൽക്കാൻ ശ്രമിക്കുക. ദെൻ പോസ്റ്റ് ലോഞ്ച് റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ, അങ്ങനെ മൊത്തത്തിൽ പ്രൊഡക്റ്റ് വിറ്റതിന് ശേഷം എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് റിവ്യൂസും ഫീഡ്ബാക്കൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. പ്രൊഡക്റ്റ് എന്തെങ്കിലും ബെറ്റർ ആക്കാനുണ്ടോ, ഡെവലപ്മെൻറ്റ് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ റിവ്യൂസിലൂടെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പാക്കിംഗ് ഓഫ് പ്രൊഡക്ട്സ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വളരെ സേഫ്റ്റിയോട് കൂടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പാക്കിങ്. ഒരു പ്രൊട്ടക്ഷനും നല്ലൊരു വൃത്തിയോട് കൂടെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാക്കിങ് നമ്മൾ പ്രൊഡക്ട്സിൻ്റെ മേൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്കിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെ, ചുമതലകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രൊട്ടക്ഷൻ, അതായത് ആ ഒരു പ്രൊഡക്റ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയുന്നു. അതിൻ്റെ പാക്കിംഗ് ഒക്കെ വെച്ചിട്ട് അത് പൊട്ടാതെയും ചളി കൂടാതെയും ആ ഒരു പ്രൊഡക്റ്റ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ദെൻ കൺവീനിയൻസ്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണ്, ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കൺവീനിയൻസിന് പാക്കേജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇൻഫോർമേഷൻ, അതായത് ഒരു പാക്കേജിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു പാക്കേജിന്മേൽ കൊടുത്തിട്ടുണ്ടാവും. ലൈക്ക് ഇൻഗ്രീഡിയൻസ്, എപ്പോൾ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. ദെൻ അട്രാക്ഷൻ, ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പാക്കേജ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കണം. കാരണം ചില കസ്റ്റമേഴ്സ് അട്രാക്റ്റീവ് നോക്കിയിട്ട് വാങ്ങുന്നവരുണ്ട്. ദെൻ പ്രൊമോഷൻ, അതായത് ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലോട്ടും പ്രൊമോഷൻ ചെയ്യുന്നു, ലൈക്ക് ആഡ്സ്, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്സ് ഓഫ് പാക്കിംഗ് ആണ്. പാക്കിംഗ് പല രീതിക്കുണ്ട്. ഫസ്റ്റ് വൺ പ്രൈമറി പാക്കിംഗ്. പ്രൈമറി പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അപ്പർ ലെയർ, ഫോർ എക്സാമ്പിൾ ടൂത്ത് പേസ്റ്റ്. ഈ ടൂത്ത് പേസ്റ്റ് ഒരൊറ്റ ലെയർ മാത്രമേ ഉള്ളൂ പാക്കേജിങ്ങിന്. രണ്ടാമത്തത് സെക്കൻഡറി പാക്കേജിങ്, അതായത് ഒരു പാക്കേജിന് പുറമെ എക്സ്ട്രാ ഒരു പാക്കേജ് കൂടി സേഫ്റ്റിക്ക് ഉണ്ടാവുന്നത്. ദെൻ തേർഡ് ടെറിറ്ററി പാക്കേജിങ്. ഇത് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയാം. ഇപ്പോൾ നമ്മൾ പ്രൊഡക്ട്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം, വേറൊരു പ്ലേസിലോട്ട് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ കാർഡ്ബോർഡ് ബോക്സിലായിരിക്കും നമ്മൾ ഇത്തരം പ്രൊഡക്ട്സിന് നമ്മൾ പാക്ക് ചെയ്യുക. അപ്പോൾ അത്തരം വലിയ സേഫ്റ്റി ഏറിയിട്ടുള്ള പാക്കേജിങ്ങിനെയാണ് ടെറിറ്ററി പാക്കേജിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബ്രാൻഡിങ് ഓഫ് പ്രൊഡക്ട്സ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ മറ്റുള്ളവരുടെ പ്രൊഡക്റ്റുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു ബ്രാൻഡിങ് ആണ്. അതായത് ഒരു ബ്രാൻഡിങ് നെയിം ഉണ്ടെങ്കിൽ അത് ഈ ഒരു പ്രൊഡക്റ്റ് ഏത് കമ്പനീൻ്റെ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പം മറ്റുള്ളവരുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കാനും കസ്റ്റമേഴ്സിന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രാൻഡിങ് കൊടുക്കുന്നത്, ഒരു ബ്രാൻഡിങ് നെയിം കൊടുക്കുന്നത്. അതിൻ്റെ കീ എലമെൻറ്റ്സ് ആണ് ബ്രാൻഡ് നെയിം, അതായത് ഒരു പ്രൊഡക്റ്റിന് ഏത് ബ്രാൻഡാണ് എന്നുള്ളത് ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കണം. ദെൻ ലോഗോ, ഒരു ലോഗോ ഉണ്ടായിരിക്കണം. ലോഗോ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ ആപ്പിളിൻ്റെ കടിച്ച ഭാഗത്തിൻ്റെ ആ ഒരു സിമ്പിളൊക്കെ പെട്ടെന്ന് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ ടാഗ് ലൈൻ, അതായത് ഇപ്പോൾ അമൂൽ എന്ന് പറയുമ്പോൾ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മാതിരി പല ബ്രാൻഡും പല ടാഗ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഈ ടാഗ് ലൈൻ കേൾക്കുമ്പോൾ മേ ബി പെട്ടെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നു. ദെൻ കളർ സ്കീം ആൻഡ് ഫോണ്ട്, അതായത് ആ ബ്രാൻഡിൻ്റെ കളർ സ്കീമുകളും ഫോണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ദെൻ പാക്കേജിങ് സ്റ്റൈല്, അതായത് ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഡിഫറെൻറ്റ് പാക്കേജ് സ്റ്റൈലാണ്. അപ്പോൾ പാക്കേജിങ് സ്റ്റൈല് കാണുമ്പോൾ തന്നെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു.
നെക്സ്റ്റ് ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഫസ്റ്റ് വൺ റെക്കഗ്നിഷൻ. അതായത് ഒരു ബ്രാൻഡിങ് പേര് കൊടുക്കുന്നത് കാരണം കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ആ ഒരു പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. ദെൻ ട്രസ്റ്റ് ആൻഡ് ലോയാലിറ്റി. അതായത് ഇത് ഇന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് എന്ന് മനസ്സിലാവുന്നത് കാരണം കസ്റ്റമേഴ്സിന് ഒരു ട്രസ്റ്റ് വരുന്നു, ലോയാലിറ്റി വരുന്നു. ദെൻ ഡിഫറൻറ്റിയേഷൻ. അതായത് നമുക്കൊരു ബ്രാൻഡ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് കൊടുക്കുന്നത് കാരണം നമ്മുടെ പ്രൊഡക്റ്റ് എൻറ്റയർലി മറ്റുള്ള ബ്രാൻഡുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു. ദെൻ ഇമോഷണൽ കണക്ഷൻ. അതായത് ചില ബ്രാൻഡിന് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹൗ പാക്കേജിങ് ഹെൽപ്സ് ഇൻ ബ്രാൻഡിങ്. ഈ ഒരു പാക്കിങ് എങ്ങനെയാണ് ബ്രാൻഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ക്രിയേറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ. അതായത് ഇപ്പോൾ നമ്മുടെ പാക്കേജിങ് ഉണ്ടാവുമല്ലോ, ഈ ഒരു പാക്കേജിങ് ഭയങ്കര ക്വാളിറ്റിയോടും പ്രീമിയം ലുക്കിലാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ആ ഒരു പ്രൊഡക്റ്റിനോട്, ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇംപ്രഷൻ ഫീൽ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ആപ്പിളൊക്കെ, ഇവരുടെ പാക്കേജിങ് വെൽ നീറ്റഡ് ആയിട്ട് വളരെ സിമ്പിളാണെങ്കിലും കാണുമ്പോൾ തന്നെ ക്വാളിറ്റി ഏറിയതും പ്രീമിയം ലുക്ക് തരുന്നത് കാരണം കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇംപ്രഷൻ വരും. നെക്സ്റ്റ് ഒരു പോയിന്റ് റീഇൻഫോഴ്സ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി. അതായത് നമ്മുടെ ബ്രാൻഡിലുള്ള ടാഗ് ലൈനോ ലോഗോസോ അല്ലെങ്കിൽ ഫോണ്ടിൻ്റെ കളേഴ്സോ ഇതൊക്കെ നമ്മുടെ ബ്രാൻഡിൻ്റെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, ഇത് ഇന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്. ഫോർ എക്സാമ്പിൾ കൊക്കക്കോള. ഇവിടെ ആ ഒരു കൊക്കക്കോള എന്നുള്ളതിൻ്റെ സ്റ്റൈലും അത് ആ ചുവപ്പും വെള്ളയും കളറും എവിടെ പോയാലും കസ്റ്റമേഴ്സ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും ഇത് കൊക്കക്കോളയാണെന്നുള്ളത്. നെക്സ്റ്റ് ഒരു പോയിന്റ് കമ്മ്യൂണിക്കേറ്റ് ബ്രാൻഡ് വാല്യൂസ്. അതായത് നമ്മുടെ പാക്കിങ്ങിലൂടെ തന്നെ നമ്മുടെ ബ്രാൻഡിൻ്റെ സ്വഭാവ സവിശേഷതകളും അവരെന്താണ് ഈ ഒരു പ്രൊഡക്റ്റോട് ഉദ്ദേശിക്കുന്നത്, അവരുടെ കമ്പനി എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജ് എക്കോ ഫ്രണ്ട്ലി രൂപേണയാണ്, അതായത് പ്ലാസ്റ്റിക് ഒക്കെ മാറ്റിയിട്ട് എക്കോ ഫ്രണ്ട്ലി രൂപേണയാണെന്നുണ്ടെങ്കിൽ അവർ എൻവറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ പാക്കേജിൽ നിന്ന് ആ ഒരു കമ്പനീൻ്റെ വാല്യൂസ്, മൂല്യങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് ടെൽസ് എ ബ്രാൻഡ് സ്റ്റോറി. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിൽ എന്തെങ്കിലും നമ്മുടെ കമ്പനിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചിത്രങ്ങൾ, അതായത് ഈ ഒരു കമ്പനീൻ്റെ സ്റ്റോറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിത്രങ്ങളോ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനോട് കമ്പനീൻ്റെ സ്റ്റോറി പറയുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആപ്പിളിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ ഒരു നീറ്റായിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്, വൈറ്റ് നീറ്റായിട്ടുള്ള പാക്കേജിംഗ് ആണ്. അപ്പോൾ ഇനി എന്താ മനസ്സിലാക്കാനുള്ളത്, ഈ വൈറ്റ് എന്ന് പറയുമ്പോൾ പീസാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഇത് ഈസി ടു യൂസ്, അതാണ് ഇവർ ആ ഒരു തീമോട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് ഡിഫറൻറ്റിയേറ്റ് ഫ്രം കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഒരേ പ്രോഡക്റ്റിൻ്റെ യൂസ് തരുന്ന പല പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് അറിയണം എന്നുണ്ടെങ്കിൽ അവിടെ ബ്രാൻഡിങ്ങിൻ്റെ പാക്കേജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ലേസ്. ഇപ്പോൾ ഈ ലേസർ ഇപ്പോൾ സാധാ പ്ലാസ്റ്റിക്കിൽ ചെയ്യണ സമയത്ത് പ്രിങ്കിൾസ് അവിടെ എന്താ ചെയ്തത്, കുപ്പിയിലാക്കിയിട്ട് വിൽക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിന് മനസ്സിലാവും അത് പ്രിങ്കിൾസ് ആണെന്ന്. നെക്സ്റ്റ് ഒരു പോയിന്റ് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് പ്രൊഫഷണലിസം. ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് എന്ന് പറയുമ്പോൾ വളരെ സേഫ്റ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ആ ഒരു ബ്രാൻഡിനോട് വളരെ ട്രസ്റ്റ് ഫീൽ ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു പോയിന്റ് എൻകറേജ് റിപ്പീറ്റ് പർച്ചേസ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഒരു വ്യക്തി വാങ്ങി അവർക്ക് അതിൻ്റെ പാക്കേജ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മേ ബി വീണ്ടും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അവരെ എൻകറേജ് ചെയ്യിപ്പിക്കും. ഫോർ എക്സാമ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ പെട്ടിയിൽ കണ്ടിട്ടുണ്ട്, പാക്കറ്റിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ സിപ്പ് ബേസ്ഡ് ആയിട്ട് ഒരു പാക്കേജിങ് ഡ്രൈ ഫ്രൂട്ട്സിന് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അതിൽ നിന്ന് തിന്നു കഴിഞ്ഞാൽ വീണ്ടും അത് സിപ്പ് ലോക്ക് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി, ആ ഒരു പാക്കേജിങ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വീണ്ടും ചൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് സപ്പോർട്ട് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ. അതായത് ഈ പാക്കേജ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിനെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ സീസണിൽ ഈ കാഡ്ബറി അങ്ങനത്തെ മിഠായികൾ, ഡയറി മിൽക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ,
ഇത് ഓരോ സീസണിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ ചില പെട്ടിയിലാവാം. ഇപ്പോൾ ഈ വാലൻറ്റൈൻസ് ഡേയിലൊക്കെ ഡയറി മിൽക്കിൻ്റെ പാക്കേജിങ് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ അങ്ങനെ പാക്കേജിങ് കാണുമ്പോൾ തന്നെ ഇത് ഇന്ന പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുമാത്രമല്ല, ഇങ്ങനെ പാക്കേജിൽ നമ്മൾ QR കോഡൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ QR കോഡ് സ്കാൻ ചെയ്താൽ ഡിജിറ്റലി എന്തെങ്കിലും ഫ്രീയോ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതും എന്താണ് ബ്രാൻഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് പാക്കേജിങ് ബ്രാൻഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതികൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന് കുറച്ച് സ്റ്റേജുകളുണ്ട്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ മാർക്കറ്റിലോട്ട് എത്തുന്നതിൻ്റെ മുന്നേ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല സ്റ്റേജുകളുണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റേജാണ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വിപണിയിലോട്ട് ഇറക്കുന്നതിന് മുന്നായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യണം. അതാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും? അതായത് ഇവിടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമുക്ക് നിന്ന് ലാഭം കിട്ടില്ല. കാരണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്തായിട്ടില്ല, പൂർണ്ണമായിട്ട് കമ്പനിയിലോട്ട് എത്തിച്ചിട്ടില്ല. ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനിയിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അവിടെ നമുക്ക് കുറേ നഷ്ടങ്ങൾ, കുറേ ചിലവുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഹൈഡ്രജൻ കാറ് ഇങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ലാബിൽ സ്റ്റിൽ പ്രോസസ്സിംഗ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്നത് സ്റ്റിൽ പ്രോസസ്സിംഗ് ആണ്, കമ്പനിയിലോട്ട് മാർക്കറ്റിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിയുന്നത് വരെ അതിൻ്റെ മേലുള്ള ചിലവ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് എന്ത്, ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. അപ്പോൾ ഇവിടുത്തെ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈനുകൾ, വില, ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ അവർ നോക്കി വെക്കുന്നത്. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കമ്പനിക്ക് വെറും ചിലവുകൾ, കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. അതായത് പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഈ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കണം. അപ്പോൾ ഇവിടുത്തെ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇതൊരു പുതിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കസ്റ്റമേഴ്സ്, ജനങ്ങൾക്ക് അധികം വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നും ഇതിൻ്റെ ഫീച്ചേഴ്സ്, ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്നും ഇത് കസ്റ്റമേഴ്സിനെ അറിയിക്കണം. അതിന് വേണ്ടി നമുക്ക് ഒരുപാട് പൈസ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളും എല്ലാ കാര്യങ്ങളും അറിയിക്കുക എങ്ങനെ, ബൈ പ്രൊമോഷൻ, അതായത് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും, കമ്പനീൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് ചിലവ് അതിൻ്റെ മേലാവുന്നുണ്ട്. ഇവിടെ തീരുമാനിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ എങ്ങനെ വില ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് തുടക്കത്തിൽ ഒരു പെനട്രേറ്റ് പ്രൈസിങ്, അതായത് ചെറിയ രീതിയിലോട്ട് പ്രൈസ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, പിന്നെ അത് വലിയൊരു എമൗണ്ട് ആക്കാമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് സ്കിമ്മിങ് മെത്തേഡാണ്. അതായത് ഫസ്റ്റ് നമ്മൾ വലിയൊരു പ്രോഫിറ്റാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിൻ്റെ മേലിൽ വലിയൊരു പൈസ ഈടാക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ പ്രൈസ് ഫിക്സിങ് തീരുമാനിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ AI ഗ്ലാസ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ്, ഇതൊക്കെ ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും ജനങ്ങൾക്ക് അധികം അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്തതിന് ശേഷം ഇത് ജനങ്ങളിലോട്ട് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ അത്യാവശ്യം സെലിബ്രിറ്റീസ്, സിനിമാ താരങ്ങളെ അങ്ങനെ വെച്ചിട്ട് ഓരോ സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ആഡ്സ് ചെയ്യുമായിരുന്നു, പരസ്യങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ഇത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത് ഈ പ്രൊഡക്റ്റ് എന്താണെന്നും അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ജനങ്ങളിലോട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു എമൗണ്ട് ഇവിടെ ആവുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റേജ്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജാണ് ഗ്രോത്ത് സ്റ്റേജ്. അതായത് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, മെല്ലെ മെല്ലെ മാർക്കറ്റിലോട്ട് കയറി വരും. അതായത് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിയാനും തുടങ്ങും. അത് കാരണം ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് ആളുകൾ കൂടും ചെയ്യും. അതാണ് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു ഗ്രോത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ള കമ്പനീസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവരവിടെ ഇറക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ കസ്റ്റമേഴ്സ് എപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണേഴ്സ്, ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുക, ഈ ഒരു പ്രൊഡക്റ്റിനെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ കുറേ ഫീച്ചേഴ്സുകൾ അപ്ഡേറ്റ്, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും.
അതുമാത്രമല്ല ഇവിടെ പല പല കോമ്പറ്റേറ്റീവ്സും ഉണ്ട്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിന് സമാനമായിട്ടുള്ള പല പ്രൊഡക്റ്റും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ പ്രൊഡക്റ്റ് കൂടുതൽ അപ്ഡേറ്റും ഫീച്ചേഴ്സ് കുറേ കൂട്ടാനും നോക്കിയിട്ട് വലിയ വലിയ കടകളിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അതാണ് ഗ്രോത്ത് സ്റ്റേജ്, അതായത് ഒരു പ്രൊഡക്റ്റ് വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക് സ്കൂട്ടറാണ് എല്ലാവരും അധികം ആളുകളും യൂസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അധികം ആരും അറിയപ്പെട്ടില്ല. പിന്നെ ഇത് പ്രൊമോഷൻ കൊടുത്ത് എല്ലാവരിലോട്ടും അറിയപ്പെട്ടു. അതിനുശേഷം കസ്റ്റമേഴ്സ് ഇത് അറിഞ്ഞിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ കുറേ ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് കണ്ടപ്പോൾ ഈ ഓല ഇങ്ങനത്തെ കുറച്ച് ബ്രാൻഡ് ഈ ഒരു പ്രൊഡക്റ്റിന് സിമിലർ ആയിട്ടുള്ള ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ അതിനാണ് എന്ത് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് മെച്യൂരിറ്റി സ്റ്റേജ്. ഇവിടെ ആ ഒരു പ്രൊഡക്റ്റിനെ ജനങ്ങളെല്ലാവരും അറിഞ്ഞു. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലെത്തി. അതായത് ഈ പീക്ക് ലെവലിലെത്തി കഴിഞ്ഞാൽ മേ ബി ഒരു പ്രൊഡക്റ്റിന് വിറ്റ് പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഓണേഴ്സ് ആ ഒരു പ്രൊഡക്റ്റിന് വീണ്ടും അതിൽ അപ്ഡേഷൻ കൊണ്ടുവരും. അതുപോലെ തന്നെ കുറേ ഓഫറുകൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ കൊണ്ടുവരും. അതുപോലെ അതിൻ്റെ ബ്രാൻഡിങ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഏറ്റവും പീക്ക് ലെവലെത്തിയാലും അതിന് കുറേ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ കുറേ മോഡിഫൈ ചെയ്യും. എന്നാലും അത് വീണ്ടും ആളുകൾ വാങ്ങിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്മാർട്ട് ഫോൺ എടുക്കാം. ഇന്നത്തെ കാലത്ത് ഏത് ചെറിയ കുട്ടീൻ്റെ കയ്യിൽ പോലും സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ സ്മാർട്ട് ഫോൺ അധികം ഏറ്റവും പീക്ക് ലെവലിലാണ് അതിൻ്റെ കച്ചവടം പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇനി ഇതിൻ്റെ കച്ചവടം നടക്കുമെന്നുള്ളൊരു സാധ്യത നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ബ്രാൻഡിൻ്റെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, സ്മാർട്ട് ഫോൺ പറയുമ്പോൾ പല റേറ്റിലും പല ഇതിലും കിട്ടുന്നുണ്ട്. ഇവരെ ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ഫോണിലെയും ഫീച്ചേഴ്സ് അപ്ഡേറ്റ്, ഇപ്പോൾ ക്യാമറൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളാൽ ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഓൾറെഡി കയ്യിലുള്ള ആൾ സ്വിച്ച് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഈ ഫീച്ചേഴ്സും ഓഫറൊക്കെ കണ്ടിട്ട് സ്വിച്ച് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു. അതാണ് മെച്യൂരിറ്റി സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജാണ് ഡിക്ലൈൻ സ്റ്റേജ്. ഇതെന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിലുള്ള ലാഭവും കച്ചവടവും ഒക്കെ തകർന്ന് വീഴുക. ആ ഒരു ലാഭവും കച്ചവടവും ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ മേ ബി എന്ത് ചെയ്തു, ഈ കമ്പനിക്കാർ ഈ ഒരു പ്രൊഡക്റ്റിനെ പൂർണ്ണമായി മാർക്കറ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നു. അതായത് ഇനി പൂർണ്ണമായിട്ട് അവർ നീക്കം ചെയ്യുക, ഈ ഒരു പ്രൊഡക്റ്റ് ഇനി മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അവരുടെ ഓൾറെഡി ഉള്ള സ്റ്റോക്ക് ഉണ്ടാവും, അതിന് ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിൽ വേണ്ടവർക്ക് വിൽക്കാം. ഇതാണ് ഡിക്ലൈൻ സ്റ്റേജിൽ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സ്മാർട്ട് ഫോൺ കീബോർഡുകൾ വന്നു, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ കീബോർഡ് ഉണ്ടല്ലോ, ഈ ഒരു സാധനം ടോട്ടലി ഡിക്ലൈനായി. അതുപോലെ തന്നെ ഈ DVD പ്ലെയർ ഇതൊക്കെ ടോട്ടലി ഡിക്ലൈനായി. കാരണം എന്താ, ആളുകൾ കൂടുതൽ സ്മാർട്ട് ഫോൺ കീബോർഡും DVD പ്ലെയറും യൂസ് ചെയ്യുന്നത് കാരണം ഇതൊന്നും ആരും വാങ്ങാതെയായി. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഓൾറെഡി ഈ സ്റ്റോക്ക് എങ്ങനെയും വിറ്റ് പോകണം അവർക്ക്. അപ്പോൾ അവർ ഏറ്റവും ലോ പ്രൈസിലായിരിക്കും ഇത് വേണ്ട കസ്റ്റമർക്ക് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളായിട്ട് വരുന്നത്. എന്താണ് മാർക്കറ്റിംഗ് മിക്സ്? മാർക്കറ്റിംഗ് മിക്സ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്. അതായത് നമ്മുടെ കമ്പനിയിലുള്ള കമ്പനി നമ്മുടെ കസ്റ്റമേഴ്സിന് നീഡ്സ് സാറ്റിസ്ഫിക്കേഷൻ ചെയ്യാനും അതുപോലെ തന്നെ കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാനും വേണ്ടിയിട്ട് കമ്പനി കോമ്പിനേഷൻ ചെയ്യുന്നത് പ്രൈസ്, പ്രൊഡക്റ്റ്, പ്രൊമോഷൻ, പ്ലേസ്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. പ്രൈസ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ രീതിക്കോട്ട് അവർക്ക് അഫോർഡബിളായ രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള രീതിയിലോട്ടുള്ളൊരു പ്രൈസാണ് അവർ ഫിക്സ് ചെയ്യുക. നെക്സ്റ്റ് പ്ലേസ്. ഈ ഒരു പ്രൊഡക്റ്റ് അവർക്ക് എവിടെ നിന്നൊക്കെ അവൈലബിൾ ആക്കും, ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അങ്ങനെ. പ്രൊമോഷൻ, അതായത് പല പല ആഡുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോഡക്റ്റിനെ കസ്റ്റമേഴ്സിൻ്റെ അറിവിലോട്ട് എത്തിക്കുക.
അപ്പോൾ ഇത്തരം കോമ്പറ്റീഷൻസ് യൂസ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുകയും ചെയ്യുന്ന ആ ഒരു ഘടകം അല്ലെങ്കിൽ പ്രോസസ്സാണ് എന്ത് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു മിക്സാണ് പ്രൊമോഷൻ മിക്സ്. ഇത് നമ്മൾ പ്രൊമോഷണൽ ടൂൾ എന്ന് പറയുന്നു. അതായത് ഒരു കമ്പനീൻ്റെ പ്രൊഡക്ട്സിനെയോ സേവനത്തെയോ കസ്റ്റമറിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, പല പല പ്രൊമോഷൻ രീതികൾ സെലക്ട് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കീ എലമെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, അഡ്വർടൈസിങ്. അതായത് ഒരു കമ്പനീൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ആഡുകൾ, TV, റേഡിയോ ഇതിലൂടെയൊക്കെ ആഡുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സ് അറിയുന്നു. രണ്ടാമത് സെയിൽസ് പ്രൊമോഷൻ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കണിയിൽ സെയിൽ ചെയ്യുന്നതിൽ കുറേ സ്ട്രാറ്റജീസ് കാണിക്കുക. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ ബൈ 1 get 1 free അങ്ങനത്തെ ഓരോരോ ഓഫർ കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ആളുകൾ ശ്രദ്ധിക്കപ്പെടും. ദെൻ നെക്സ്റ്റ്, പേഴ്സണൽ സെല്ലിങ്. അതായത് ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പേഴ്സണലി ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണ രീതി. ദെൻ നെക്സ്റ്റ്, പബ്ലിക് റിലേഷൻസ്. അത് പബ്ലിക്കിൻ്റെ മുന്നിൽ അവരുടെ കമ്പനി ഇത്രത്തോളം ബെറ്ററാണ്, ഒരു ഹൈ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നൊരു രീതി. ദെൻ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇവിടെ ഒരു ഇൻ്റർമീഡിയറീസും ഇല്ലാതെ കമ്പനി നേരിട്ട് കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്ന രീതി. അത് ഇമെയിലിലൂടെയും അങ്ങനെ പല പല ഓരോ ആപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓഫറുകൾ അവരെ അറിയിക്കുക അങ്ങനെ. നെക്സ്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങും. ഇതും അതുപോലെ തന്നെയാണ്. അതായത് ഓരോ രീതിക്ക് പ്രൊമോഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആഡ്സൊക്കെ കാണുന്ന വഴി എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കീ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, പ്രൊമോഷൻ മിക്സിൻ്റെ സ്ട്രാറ്റജി ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ, പുഷ് സ്ട്രാറ്റജി. ഇവിടെ എന്താണ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരിക്കലും അവർ അഡ്വർടൈസ്മെൻറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് ഏത് ഷോപ്പിലാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷോപ്പിലെ ഓണേഴ്സിന് കൂടുതൽ ഫണ്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്ക് കമ്മീഷൻ കൂടുതൽ കൊടുത്തിട്ടോ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രൊഡക്റ്റ് വിൽപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രൊഡക്റ്റിന് അഡ്വർടൈസ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ എന്ത് ചെയ്യുന്നു, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഈ ഒരു ബിസ്ക്കറ്റിന് ഇത്രത്തോളം പ്രോഫിറ്റ് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ആ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഫുള്ളി ഒരു ബിസ്ക്കറ്റ് വെക്കും. രണ്ടാമത്തത്, പുൾ സ്ട്രാറ്റജി. ഇവിടെ എന്താണ്, ഒരു പ്രൊഡക്റ്റ് എല്ലാ കസ്റ്റമേഴ്സിലോട്ടും എത്താൻ വേണ്ടിയിട്ട് ഓരോ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നു. പുറമെ സെലിബ്രിറ്റീസിനെ കൊണ്ട് അതുപോലെ തന്നെ ആഡുകളൊക്കെ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാം. ദെൻ നെക്സ്റ്റ്, മൂന്നാമത്തത്, ഹൈബ്രിഡ്. ഇത് പറയുമ്പോൾ രണ്ടിനുടെയും മിക്സ്ഡാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ ഷോപ്പ് കീപ്പേഴ്സിന് എന്ത് ചെയ്യുന്നു, ഒരു തുക കൊടുത്തുകൊണ്ട് ഒരു വലിയൊരു തുക കൊടുത്തുകൊണ്ട് ഇത് ഡിസ്പ്ലേയിൽ വെക്കണം, കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കണം എന്നും പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രൊമോഷൻ മിക്സിൻ്റെ സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ പ്രൊഡക്ട്സോ സർവീസോ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഓരോ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കസ്റ്റമേഴ്സ് അവരിലോട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ പെട്ടെന്ന് എത്തുകയും ചെയ്യും, അവരത് വാങ്ങാൻ വില്ലിങ് ആവുകയും ചെയ്യും. ഇനി ഈ സെയിൽസ് പ്രൊമോഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. ഇൻക്രീസ് ഷോർട്ട് ടേം സെയിൽസ്. അതായത് നമ്മളിങ്ങനെ ഓഫർ കൊടുക്കുന്നത് കാരണം ഈ ഓഫർ എപ്പോഴാണോ കസ്റ്റമേഴ്സ് കാണുന്നത് ആ ഒരു ചെറിയ കാലത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് കുറേ സെയിൽസ് വരും. കാരണം ഓഫർ ഉണ്ടാകുമ്പോൾ കസ്റ്റമേഴ്സിന് വാങ്ങാൻ അത് വില്ലിങ് ആവും. ദെൻ നെക്സ്റ്റ്, എൻകറേജ് പ്രൊഡക്റ്റ് ട്രയൽ. നമ്മൾ മാർക്കറ്റിൽ പുതുതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിനെ കൊണ്ട് ട്രയൽ ചെയ്യിപ്പിക്കുക. അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യുക, അവരത് വാങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവരെ കൊണ്ട് ഫ്രീ ആയിട്ട് ട്രയൽ ചെയ്യിപ്പിക്കുന്നു. നെക്സ്റ്റ്, അട്രാക്റ്റ് ന്യൂ കസ്റ്റമേഴ്സ്. ഇങ്ങനെ ഓരോരോ ഓഫർ ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലെ കൊടുക്കുമ്പോൾ, ഒരു ബ്രാൻഡ് ഓരോ ഓഫർ ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ കസ്റ്റമേഴ്സ് ആ ഒരു ബ്രാൻഡിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ്, ക്ലിയർ എക്സസ് ഇൻവെന്ററി. അതായത് പണ്ടെങ്ങാനോ കുറേ പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോരോ ഓഫർ കൊടുത്തിട്ട് ആ ഓരോ പ്രൊഡക്ട്സും ക്ലിയർ ചെയ്യും.
ഓഫർ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഓരോ പ്രൊഡക്ട്സ് പെട്ടെന്ന് വിറ്റ് പോകും. നെക്സ്റ്റ് സ്റ്റിമുലേറ്റ് ഡീലർ സപ്പോർട്ട്. അതായത് നമ്മുടെ ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡീലേഴ്സ്, അതായത് ഷോപ്പ് കീപ്പേഴ്സൊക്കെ ഉണ്ടാവും, ഡീലേഴ്സ്, ഈ റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ്, ഇവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം പ്രൊഡക്റ്റ് വിറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഷോപ്പ് കീപ്പേഴ്സിന് കൂടുതൽ കമ്മീഷൻ കൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേയിൽ വെക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കുക. നെക്സ്റ്റ് എൻഹാൻസ് ബ്രാൻഡ് ലോയാലിറ്റി. അതായത് നമ്മളിങ്ങനെ ബ്രാൻഡിൽ ഓരോ ഓഫർ കൊടുക്കുമ്പോൾ ഇതിൽ ഓൾറെഡി ഈ ഒരു ബ്രാൻഡിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ വിശ്വാസങ്ങളൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു, ഓരോരോ ഓഫർ, സമ്മാനങ്ങളും ഓഫറും അവർക്ക് മാത്രം കൊടുക്കുക. നെക്സ്റ്റ് കോംപ്ലിമെൻറ്റ് അഡ്വർടൈസിങ് എഫേർട്സ്. അതായത് നമ്മൾ പല രീതിക്കും എന്ത് ചെയ്യുന്നു, ഈ ഒരു സെയിൽസ്, നമ്മൾ ഓരോ പ്രൊഡക്ട്സ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇൻഫ്ലുവൻസേഴ്സിൻ്റെ രീതിയിലോട്ടും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെൻറ്റ് എഫേർട്ടായിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ മേ ബി ഇങ്ങനെ ഇത്രത്തോളം ഓഫർ ഉണ്ട്, അതുപോലെ തന്നെ ഇത്ര റിവാർഡ് ഉണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെൻറ്റ് തന്നെ പുറത്തെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ടോപ്പിക്ക് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. അതായത് സെയിൽസ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ടൂളാണ്. അതിൽ ഒന്നാമത് കൂപ്പൺസ്. അതായത് കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂപ്പൺ അവൈലബിൾ ആക്കുന്നുണ്ട്. നമ്മൾ GPayയിലൊക്കെ ഫണ്ട് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൂപ്പൺ കാണിക്കും, നിങ്ങൾ അടുത്ത ഇതിൽ നിങ്ങൾക്ക് ഇത്രത്തോളം ഓഫർ ഉണ്ട്, അങ്ങനെ കാണിക്കുന്ന ഒരു ടെക്നിക്ക്. സാമ്പിൾസ്. അതായത് കസ്റ്റമേഴ്സിന് പുതിയ പ്രൊഡക്റ്റിൻ്റെ ഒരു സാമ്പിൾ കൊടുക്കുക. നെക്സ്റ്റ് പ്രൈസ് പാക്ക്. അതായത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ 1 get 1 free എന്നുള്ള രീതിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോരോ ടെക്നിക്ക് ഇറക്കുന്നു. പ്രീമിയം. അതായത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു സാധനം ഗിഫ്റ്റ് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ ഒരു വാഷിംഗ് പൗഡറിൻ്റെ ഒരു കിറ്റ് വാങ്ങുമ്പോൾ അതിലൂടെ ഒരു ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ആൻഡ് സ്വീപ്പ് കേക്ക്. അതായത് നമ്മൾ സ്ക്രാച്ച് ആൻഡ് വിൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവം. നെക്സ്റ്റ് ലോയാലിറ്റി പ്രോഗ്രാംസ്. അതായത് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാർഡ് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോഴും അതിലോട്ട് പോയിൻ്റ് കയറിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു പോയിൻ്റ്, ആ ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് റിബേറ്റ് ഓർ ക്യാഷ് ബാക്ക്. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് GPay വഴി ക്യാഷ് ചെയ്യും, നമുക്ക് മേ ബി 100 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ടെക്നിക്കുകൾ. പോപ്പ് ഡിസ്പ്ലേസ്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലെ കണ്ടിട്ടാവും ബില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ മുമ്പിൽ ഡിസ്പ്ലേയിൽ ഫുള്ള് ചോക്ലേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ടെക്നിക്സുകൾ. നെക്സ്റ്റ് ഒരു ടെക്നിക്കാണ് ട്രേഡ് പ്രൊമോഷൻ ടൂൾസ്. അതായത് ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത്, അതായത് ഓരോ കമ്പനീസും ഇവിടെ ഫോക്കസ് ചെയ്യണത് ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനാണ്. അതായത് കമ്പനികളുടെ പ്രൊഡക്റ്റ് ഇൻ്റർമീഡിയറി എന്ന നിലയ്ക്ക് ഈ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും കൂടുതൽ വാങ്ങിയിട്ട് അത് വിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെക്നിക്സാണ് ട്രേഡ് അലവൻസ്. അതായത് ഇവർ കമ്പനിയിൽ നിന്ന് ഈ ഹോൾസെയിലേഴ്സോ റീറ്റെയിലേഴ്സോ ഒരു ലോഡ് പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവർക്ക് ഒരു എമൗണ്ട് ഡിസ്കൗണ്ട് രീതിയിൽ കൊടുക്കുന്നു. രണ്ടാമത് ഡീലർ കോണ്ടെക്സ്റ്റ്. അതായത് ഈ ഒരു കമ്പനീൻ്റെ പ്രൊഡക്റ്റ് ആരാണോ, അവർക്കിടയിൽ മത്സരം, ഓരോ ഡീലേഴ്സിൻ്റെ ഇടയിൽ മത്സരം വെക്കാം. ഈ മാസം ആരാണോ കൂടുതൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റിട്ടുള്ളത് അവർക്ക് എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ കമ്മീഷൻ കൂട്ടിത്തരാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രിപ്പിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാം, അങ്ങനെ എന്തെങ്കിലും ഓഫർ ചെയ്യാം. പുഷ് മണി. ഇത് പറയുമ്പോൾ ഇവിടെ അഡ്വർടൈസിംഗ് ഒന്നുമല്ല. അതായത് ഹോൾസെയിലറോ അല്ലെങ്കിൽ റീറ്റെയിലറോ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് വിൽക്കാം. ഇങ്ങനെ കൂടുതൽ വിൽക്കുമ്പോൾ അവർക്ക് കമ്മീഷനും കൂടുതൽ കിട്ടും. ഫ്രീ മെർച്ചൻ്റ്. ഒരു കമ്പനീൻ്റെ കയ്യിൽ നിന്ന് കുറേ സാധനം വാങ്ങുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു പാക്ക് എക്സ്ട്രാ ഫ്രീ ആയിട്ട് കിട്ടുന്നു. നെക്സ്റ്റ് അഡ്വർടൈസിങ് അലവൻസ്. അതായത് ഒരു ഷോപ്പ് അവരുടെ ഷോപ്പിനെ കുറിച്ച് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി അവരെ പോയി അപ്രോച്ച് ചെയ്യാൻ, ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഡിസ്പ്ലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അഡ്വർടൈസ്മെൻറ്റ് ഒരു പകുതി എമൗണ്ട് ഞങ്ങളും തരാം, അങ്ങനെ ഒരു ഓഫർ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ട്രേഡിൻ്റെ പ്രൊമോഷൻ ടൂൾസ്.
നെക്സ്റ്റ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ടൂൾസ് ആണ്. ഇവിടെ പറയുമ്പോൾ ഒരു കമ്പനിയിലുള്ള സ്വന്തം ജീവനക്കാരെ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യണത്. അതിൽ സെയിൽസ് കോണ്ടെക്സ്റ്റ്, അതായത് ഇപ്പം കമ്പനികളിൽ എന്ത് ചെയ്യുന്നു, ഓരോരോ മത്സരങ്ങൾ വെക്കുക. ഇപ്പോൾ അത് മത്സരങ്ങൾ വെച്ചിട്ട് അതിൽ വിജയിക്കുന്നവർക്ക് അവാർഡുകളൊക്കെ കൊടുക്കാം. ദെൻ ബോണസ്, അതായത് ഒരു ജീവനക്കാരന് ഇപ്പോൾ ഈ മാസം ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഫുൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ബോണസ് ശമ്പളത്തിന് പുറമെ കൊടുക്കാം. ദെൻ റെക്കഗ്നിഷൻ പ്രോഗ്രാംസ്, ഇവിടെ നമ്മൾ എന്താണ് ഈ ജീവനക്കാർക്ക് എക്സ്ട്രാ ബോണസോ ഇൻസെൻറ്റീവ്സോ ഒന്നുമല്ല കൊടുക്കുന്നത്. അവരവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണത്, അതായത് വളരെ ഫോട്ടോ ഒട്ടിച്ച് കണ്ട് അല്ലെങ്കിൽ ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട്. ദെൻ ഇൻസെൻറ്റീവ് ടിപ്സ്, അതായത് അവരുടെ വർക്ക് അവർ കൃത്യമായി ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, ഇൻസെൻറ്റീവ് യാത്ര പോകാനുള്ളതൊക്കെ ഫ്രീ ആയിട്ട് അവർ അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകൾ. നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് അത് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്നും കൺസ്യൂമറിലോട്ട് എത്തണ ആ ഒരു ചാനലിനാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. അപ്പോൾ അതിൻ്റെ ടൈപ്സ് ആണ് ഫസ്റ്റ് പറയുന്നത്. ഡയറക്റ്റ് ചാനൽ, ഇവിടെ എന്താണ്, ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് കൺസ്യൂമറിനെ ഏൽപ്പിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഹോൾസെയിലറോ റീറ്റെയിലറോ ആരുമില്ല. ഒരു എക്സാമ്പിൾ, ഒരു കർഷകൻ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്തിട്ട് നേരെ കൺസ്യൂമറിലോട്ട് ആ ഒരു വെജിറ്റബിൾസ് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ചാനൽ, ഇവിടെ പ്രൊഡ്യൂസർ, പിന്നെ നേരെ റീറ്റെയിലർ, കൺസ്യൂമർ, ഇതൊരു 1 ലെവലാണ്. അതായത് ഇവിടെ പ്രൊഡ്യൂസർ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഈ പ്രൊഡ്യൂസർ ഇത് കടയിലോട്ട് എത്തിക്കുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, കൺസ്യൂമേഴ്സ് കടയിൽ വന്ന് സാധനം വാങ്ങുന്നു. ഇതാണ് 1 ലെവല്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ചാനൽ 2 ലെവല്, അതായത് ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകും, അയാൾക്ക് ശേഷം ഒരു ഹോൾസെയിലർ ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് ഈ ഹോൾസെയിലർ ആയിരിക്കും എല്ലാം വാങ്ങുക. ഈ ഹോൾസെയിലർ എന്ത് ചെയ്യുന്നു, റീറ്റെയിലർക്ക് കൊടുക്കും. റീറ്റെയിലർ അത് എന്ത് ചെയ്യുന്നു, കൺസ്യൂമറിലോട്ട് എത്തിക്കുന്നു. അത് 2 ലെവലാണ്. ദെൻ ലാസ്റ്റ് ഇൻഡയറക്റ്റ് ചാനൽ 3 ലെവലാണ്. അതായത് ഇവിടെ പ്രൊഡ്യൂസർ ഉണ്ടാക്കുന്നു. ഇവിടെ എന്താണ്, ഇന്റർനാഷണലി നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിലൊക്കെയാണ് ഈ ഒരു ചാനൽ നമ്മൾ യൂസ് ചെയ്യണത്. ഇവിടെ ഫസ്റ്റ് പ്രൊഡ്യൂസർ ഉണ്ടാക്കും, അതിനുശേഷം ഏജന്റ്, അതായത് പുറത്തുനിന്ന് എന്തെങ്കിലും പെർഫ്യൂംസോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഏജന്റ് ഏറ്റെടുക്കും. അതിനുശേഷം ഏജന്റിന്റെ കയ്യിൽ നിന്നും ഹോൾസെയിലേഴ്സ് വാങ്ങും. ഹോൾസെയിലർ എന്ത് ചെയ്യുന്നു, റീറ്റെയിലർക്ക് കൊടുക്കും. റീറ്റെയിലർ ആണ് അത് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിന്റെ ടൈപ്സ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ് എങ്ങനെയൊക്കെ കേടുപാടുകൾ കൂടാതെ അത് മറ്റൊരു സ്ഥലത്തിലോട്ട് മാറ്റണം എന്നുള്ള കാര്യങ്ങൾ, ലോജിസ്റ്റിക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസിഷൻ ചെയ്യുന്നതിനാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 6 കീ എലമെൻ്റ് ഉണ്ട്. ഫസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ മാറ്റുക, അതാണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതിൻ്റെ മാർഗ്ഗങ്ങൾ റോഡ്, അതായത് ലോറി ഉപയോഗിച്ച് നമുക്ക് മാറ്റാൻ കഴിയുന്നു. പിന്നെ നമുക്ക് റെയിൽ, അതായത് സിമെൻറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ട്രെയിനൊക്കെ യൂസ് ചെയ്യുന്നു. ദെൻ എയർ, നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഉള്ളൊരു സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയർ കൂടിയുള്ള ആ രീതി നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ വാട്ടർ, അതായത് ഷിപ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. ദെൻ രണ്ടാമത് വെയർ ഹൗസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് എടുത്തു വെക്കാനാണ് ഈ ഗോഡൗൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഗോഡൗൺ ഉണ്ടാക്കണം, ഓരോ ജില്ലകളിലും എത്ര ഗോഡൗൺ വേണം കസ്റ്റമേഴ്സിന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളത് തീരുമാനിക്കണം. ദെൻ ഇൻവെൻ്ററി കൺട്രോൾ, അതായത് ഇൻവെൻ്ററി നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യണം. ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്യാനും പാടില്ല, എന്നാൽ ജസ്റ്റ് ഇൻ ടൈം പോളിസി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ദെൻ ഓർഡർ പ്രോസസ്സിങ്, അതായത് കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ വെക്കുമ്പോൾ പെട്ടെന്ന് പ്രോസസ്സിങ് ചെയ്യാനുള്ള സിസ്റ്റംസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ദെൻ മെറ്റീരിയൽ ഹാൻഡിലിങ്, അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് മറ്റൊരു കസ്റ്റമറിന് കൊടുക്കണ വരെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യണം. ദെൻ പാക്കേജിങ്, അതായത് ഒരു കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ല രീതിക്ക് പാക്കേജിങ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്കലി ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം.